നമസ്കാരം, കനേഡിയൻ അപാരതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കാനഡയിലോട്ട് എങ്ങനെ വന്നു, എൻ്റെ PR സ്റ്റോറി എന്താണ്, അതിനെക്കുറിച്ചായിരുന്നു ലാസ്റ്റ് വീഡിയോ. സോ ആ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാനഡയിൽ വന്ന് വിത്തിൻ 1 മന്ത് എനിക്ക് എങ്ങനെ ജോബ് കിട്ടിയെന്നുള്ളതിന് വീഡിയോനെ കുറിച്ച് ഞാൻ ചെയ്യാവുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്ത ഒരു പ്രോസസ്സ്, അതെനിക്ക് തോന്നുന്നു ഞാനത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് നാളെ കാനഡയിലോട്ട് വരുന്നതാണെങ്കിലും ഈവൻ ഈ മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ജോബ് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഇത്. കംപ്ലീറ്റ്ലി എൻ്റെ ടിപ്പല്ല, കാര്യം ഞാൻ ലിങ്ക്ഡിനിൽ കൂടെ അറിഞ്ഞ് അത് കണ്ടിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്തിട്ട് കിട്ടിയൊരു കൈൻഡ് ഓഫ് പ്രോസസ്സാണ്. സോ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ കാനഡയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ പറയുവാണ്, ഇതൊരു ഈസി സ്റ്റെപ്പ് അല്ല. ഇന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇതിന് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ചിലർക്ക് ഇത് ചിലപ്പം 1 month to 6 months സക്സസ്ഫുൾ ആവും, ചിലർക്ക് ഇത് 1 to 2 years എടുക്കും. സോ എൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ 2016 ആദ്യമായിട്ട് PR അപ്ലൈ ചെയ്യുന്നത്. സോ ഞാൻ അന്ന് തൊട്ട് ഫോളോ ചെയ്ത സ്റ്റെപ്സാണ്. പക്ഷേ അത് എനിക്ക് കാനഡ വിസ ഒന്നും കയ്യിലില്ലാത്ത സമയത്താണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ടൈം കൺസ്യൂമിംഗ് ആയത്. ബട്ട് എൻ്റെ ഒരു പ്ലാനിങ് ശരിയാണെങ്കിൽ ഇതൊരു 6 months ആർക്ക് വേണമെങ്കിൽ അച്ചീവ് ചെയ്യുന്ന 6 months to 1 year സക്സസ്ഫുൾ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ അച്ചീവ് ആവുന്ന ഒരു സ്റ്റെപ്സാണ്. കാനഡയിൽ വരുന്നവർ മാത്രമല്ല, നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിലും വേറെ ഏത് രാജ്യത്തോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത് കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. സോ സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ കാനഡയിൽ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ഏതാണ് പ്രൊഫൈൽ? എൻ്റെ പ്രൊഫൈൽ IT ആയിരുന്നു. IT-യിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സപ്പോർട്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ, സിസ്റ്റം എഞ്ചിനീയർ തുടങ്ങിയ ഒരു കാറ്റഗറിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ആ ജോബ് റോളിന് കാനഡയിലുള്ള മാർക്കറ്റ് വാല്യൂ എന്താണ്, അതിൻ്റെ എനിക്കൊരു ഉള്ള ശമ്പളം എന്താണ്, എത്ര ജോബ് ഓപ്പണിങ്സ് ഉണ്ട്, എത്ര കമ്പനിയിൽ അതിൻ്റെ ഡിപ്പെൻഡൻസി ഉണ്ട്, നാളെ ഈ ഒരു ജോബ് റോളിൻ്റെ ഒരു ഡിമാൻഡ് എന്തായിരിക്കും, ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഞാൻ 2014 കാര്യമാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് ഒത്തിരി ജോബ് സൈറ്റ്സ് ഉണ്ട്, അതായത് ലിങ്ക്ഡിൻ, Indeed.ca, അല്ലെങ്കിൽ കാനഡയുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സൈറ്റ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. ഈ ഒരു സൈറ്റിലൊക്കെ കയറിയിട്ട് ഈ പറയുന്ന ജോബ് ഓപ്പണിങ്സിനൊക്കെ അവർലി എത്രയാണ് പേ ചെയ്യുന്നത്, ഇയർലി എത്രയാണ്, ബൈ വീക്ക്ലി എത്രയാണ്, ഇങ്ങനൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കിയത്. സോ അത് നോക്കിയതിൽ നിന്നും എനിക്ക് ആദ്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈ പേയിങ് ജോബ് അല്ല. ബിക്കോസ് ഞാനൊന്ന് നോക്കിയപ്പം എനിക്ക് കണ്ട സാലറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 55,000 to 60,000, മാക്സിമം ഞാൻ കണ്ട സാലറി 75,000 പെർ ഇയർ ആണ്. സോ അത് കാനഡയിലെ ഒരു ഹൈ പേയിങ് ജോബിൻ്റെ അടുത്ത് പോലും വരുന്ന ഒരു സാലറി ആയിരുന്നില്ല. മാത്രമല്ല ഈ ഒരു ജോബിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടൻ ടൈം കഴിയുമ്പോൾ നമ്മൾ ഓവർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 6 to 7 years വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കമ്പനിയിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഗ്രോത്ത് കിട്ടില്ല. ബിക്കോസ് അതൊരു 2 to 3 years ഉള്ളവർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. സോ ആ സമയത്ത് അവർ ഇത്രയും ഹൈ പേയിങ് സാലറി കൊടുത്തിട്ട് ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം വരുമ്പോഴത്തേക്കും നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോബിൽ നിന്ന് എനിക്ക് ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന കാനഡയിൽ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ജോബ്സ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. സോ അതിൻ്റെ റിസർച്ചാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്തത്. അതിൽ നിന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു ഞാൻ വർക്ക് ചെയ്തത് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ റോളായിരുന്നു. അതിൽ നിന്നും എനിക്ക് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഓവർ ക്വാളിഫൈഡ് ആവാത്ത, അങ്ങനെ ഒരു ഇഷ്യൂസ് വരാത്ത ജോബ് പ്രൊഫൈൽസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച കുറേ കൈൻഡ് ഓഫ് ജോബ്സാണ്. ഒന്ന് ഡെവലപ്പർ, അല്ലെങ്കിൽ ക്ലൗഡ് ആർക്കിടെക്റ്റ്, ആ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി. ഇങ്ങനെ കുറച്ച് ജോബ്സാണ് കറണ്ട് മാർക്കറ്റിൽ കാനഡയിൽ എനിക്ക് ഹയസ്റ്റ് പേയിങ് ആയിട്ട് തോന്നിയത്. അതിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റഡീസൊക്കെ വേണ്ട ഒരു
ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾ കീപ് അപ്ഡേറ്റിംഗ് ആയിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. കാര്യം പുതിയ അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു പ്രൊഫൈലിലോട്ട് എനിക്കത്ര ഇൻട്രസ്റ്റഡും അല്ല. ഞാൻ അത്ര ഒരു നെറ്റ്വർക്കിംഗ് കൈ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രൊഫൈൽ മാറ്റി വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എന്നെ സംബന്ധിച്ചോളം പിന്നെ ഞാൻ വെബ് ഡെവലപ്പിങ്ങിൽ അത്ര എനിക്ക് താല്പര്യമുള്ളൊരു സംഭവമല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഫൈലാണ് ക്ലൗഡിലോട്ട്, ക്ലൗഡ് ഡെവോപ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. സോ ആ കാറ്റഗറിയിലോട്ട് എനിക്ക് എങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് നോക്കിയത്. സോ അടുത്തതാണ് എൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ കാനഡയിൽ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ജോബ്സ് കണ്ടുപിടിച്ചതിൽ ക്ലൗഡ് ആർക്കിടെക്ട് അല്ലെങ്കിൽ ക്ലൗഡ് എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. ഈ ഒരു പ്രൊഫൈലാണ് ഹയസ്റ്റ് പേയിങ് ആയിട്ട് എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ നിന്നും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈൽ ഞാൻ കണ്ടുപിടിച്ചത്. ആ ഒരു സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ Indeed.ca അല്ലെങ്കിൽ ലിങ്ക്ഡിന് തുടങ്ങിയ സൈറ്റുകളിൽ കയറിയിട്ട് ഈ ഒരു ജോബ് പ്രൊഫൈൽ അടിച്ചു നോക്കി. എന്നിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് എളുപ്പമാണ്. അത് മാത്രം പോരാ, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ്, മിനിമം ഒരു 1 years ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യാൻ പാടാണ്. നമുക്ക് കിട്ടുമായിരിക്കും ജോബ് ഓപ്പണിംഗ്, ബിക്കോസ് ക്ലൗഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ക്ലൗഡ് ആർക്കിടെക്ട് കൈൻഡ് ഓഫ് റോൾസിൽ ആൾക്കാരെ കിട്ടാനില്ല. ബിക്കോസ് ഡിമാൻഡ് ഹൈയും റിസോഴ്സസ് വളരെ ഷോർട്ടേജ് ആയിട്ടുള്ളൊരു പ്രൊഫൈലായിരുന്നു അത്. സോ ആ സമയത്ത് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് എൻ്റെ ഭാഗ്യമാണോ എന്നറിയില്ല, ഞങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ടീം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീം കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണലി നമുക്ക് ഏത് ടീമിൽ വേണേലും അപ്ലൈ ചെയ്യാം, ഓപ്പണിങ്സ് ഉള്ള ടീമിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അൺലക്കി ആയിട്ട് വിചാരിക്കുന്ന ഒരു ഡിസിഷനാണ്. ബിക്കോസ് നമുക്കൊരു 3 months ടൈം തരും. ആ 3 monthsനുള്ളിൽ നമ്മൾ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ആ ടീമിലോട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയിലുള്ള, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ജോബ് എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് TCS അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് എവിടെയാണോ ഉള്ളത് ആ ഒരു കമ്പനിയിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ എടുത്തിട്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എവിടെയാണോ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ആ ടീമിലോട്ട് ഒരു ഓപ്പണിങ് വന്നപ്പോഴത്തേക്ക് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ ട്രൈ ചെയ്ത സമയത്ത് അവർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 month അല്ലെങ്കിൽ ഒരു 15 days നിങ്ങൾക്ക് ടൈം തരും, നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് തരും. ഈ ടൈമിൽ നിങ്ങൾ പെർഫോം ചെയ്ത് നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് തരാം. ഇതായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. ആ ഒരു 15 days അതിനു മുന്നേ, ഞാൻ ഈ ഒരു പ്ലാനിങ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. കാര്യം സർട്ടിഫിക്കേഷൻസ് എൻ്റെ ആ ഒരു പ്രൊഫൈലിൽ ലിനക്സോ അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിലും അതിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ജോബ് കിട്ടാനായിട്ട് എളുപ്പമായിരുന്നു. ഫസ്റ്റ് സെലക്ഷൻ എനിക്ക് തന്നെ കിട്ടി, ജസ്റ്റ് ബിക്കോസ് ഞാൻ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആ സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട്. എൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് ഓർമ്മയുണ്ടാവും, ഞാൻ ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്ന ടൈമിൽ, അതായത് ഞങ്ങൾ സേഫായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ വെളുപ്പിനെ എണ്ണീച്ച് പോയിട്ട് ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, എടാ നീ ഇത്രയും പൈസയൊക്കെ കളഞ്ഞിട്ട് നീ എന്തിനാണ് ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കുന്നത്? ബിക്കോസ് ഞാനും നീയും ബൈ എൻഡ് ഓഫ് ദി ഡേ ഒരേ ജോബിലാണ് വർക്ക് ചെയ്തത്, നമുക്ക് കിട്ടുന്ന ശമ്പളം ഒന്നാണ്. ഞാൻ ആ പൈസ കൊണ്ട് ഞാനൊരു ബൈക്ക് മേടിച്ചു. ഇപ്പം എൻ്റെ ഒരു ബൈക്കുണ്ട്, പക്ഷേ ഞാൻ ആ സമയത്ത് ഓടിച്ചുകൊണ്ട് നടന്നത് ഒരു പ്ലഷർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു വണ്ടിയാണ് ഞാൻ ഓടിച്ചുകൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ എനിക്കൊരു ബൈക്കുണ്ട്, അതുകൊണ്ട് അവൻ സാറ്റിസ്ഫൈഡ് ആണ്. അവൻ ഈ സർട്ടിഫിക്കേഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രൊഫൈലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ഉത്തരം ഞാൻ അപ്പം പറഞ്ഞില്ല, ബിക്കോസ് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ സർട്ടിഫിക്കേഷൻ എടുത്തത്. അറ്റ് എ ടൈം ഞാൻ കോളേജിൽ പഠിക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പനായിരുന്നെങ്കിലും കോളേജ് പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ നല്ലൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എൻ്റെ ഒരു പ്രൊഫഷൻ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ പ്രൊഫഷണലി ഞാൻ ഒരു വർക്കഹോളിക് ആണെന്നൊക്കെ പറയാം. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ എപ്പോഴും ബിൽഡപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഈവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും പറയും, നീ എന്തിനാണ് ഇത്രയും കാശ് കൊടുത്ത്? കാര്യം RXCയുടെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തവർക്ക് അറിയാം അതിനകത്ത് എക്സ്പെൻസീവ് ആണ്. സോ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആൻസർ ആയിരുന്നു ഇവയിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആദ്യം എനിക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും. അത് എനിക്ക് വലിയൊരു
മോട്ടിവേഷൻ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ ഒരു മാനേജർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ മാനേജർ എനിക്ക് തന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. വിത്തിൻ 6 months ഞാൻ പഠിക്കാമെന്നതിൻ്റെ മാക്സിമം പഠിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ജയരാജ് എന്ന് പറഞ്ഞതും രാജു എന്ന് പറഞ്ഞത് എൻ്റെ കുറേ കൊളീഗ്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു പഠിക്കാനായിട്ടും എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ടും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ വിത്തിൻ 6 months ആയപ്പോഴത്തേക്കും എനിക്ക്, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, എനിക്ക് ഫെബ്രുവരി 2018 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ PR എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷേ അപ്പോഴും 6 months ഉള്ള എക്സ്പീരിയൻസേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ സമയത്ത് എനിക്ക് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ജോബ് ക്വിറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് കാനഡയിലോട്ട് മൂവ് ചെയ്യുക. ബിക്കോസ് നമുക്ക് ആ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയവർക്ക് അറിയാം അതിൻ്റെ സന്തോഷം എന്തായിരിക്കും. നമ്മൾ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത നമ്മുടെ ഒരു ഡ്രീം ഒരു അച്ചീവ് ചെയ്തൊരു സമയമാണ്. ആ ഒരു സമയത്ത് ഒത്തിരി പേര് കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ്. അത് കിട്ടിയ ഒരു സന്തോഷത്തിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയൊരു എക്സ്പീരിയൻസും കൂടാണത്. ആ സമയത്ത് തന്നെ പേപ്പർ ഇടുക, അപ്പോൾ തന്നെ റിസൈൻ ചെയ്തിട്ട് നേരെ കാനഡയിലോട്ട് മൈഗ്രേറ്റ് വിത്തൗട്ട് ഡൂയിങ് എനി കൈൻഡ് ഓഫ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ്. അതാണ് നിങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മിക്കവരും ചെയ്തൊരു മിസ്റ്റേക്ക്. അതാണ് എൻ്റെ സ്റ്റെപ്പ് നമ്പർ 4. സോ എനിക്ക് വിസ കയ്യിൽ കിട്ടി. 2018 ഫെബ്രുവരിയിൽ വിസ കയ്യിൽ കിട്ടി. വിസ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ പേപ്പർ ഇടാനൊന്നും നിന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ജോബ് സ്കിൽസിൽ നോക്കിയപ്പോൾ മിനിമം 1 years ഓഫ് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഞാൻ ഒരു 6 months കൂടെ നാട്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു റോളിൽ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. സോ ഞാൻ വിചാരിച്ചു ഓക്കെ 6 months കൂടെ വെയിറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വർക്ക് ചെയ്യുമ്പം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും പഠിക്കുന്നതിനൊപ്പം എക്സ്ട്രാ അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ക്ലൗഡിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യേണ്ട എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ആ കൂട്ടത്തിൽ പഠിച്ചു. ഇതാണ് നെക്സ്റ്റ് 6 months ഞാൻ ചെയ്തത്. അങ്ങനെ ഏകദേശം ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കമ്പനിയിൽ തന്നെ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. എനിക്ക് അന്നും വർക്കൗട്ട് ആയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസൊക്കെ എൻ്റെ മാനേജേഴ്സ് ഒപ്പിച്ച് തന്നെങ്കിലും അന്നത്തെ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ക് ഫാക്ടർ ഇല്ലായ്മയാണോ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു ലക്കായിട്ടേ ഞാൻ തോന്നുന്നുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാലിഫാക്സിൽ ഇൻറ്റേർണൽ മൂവ്മെൻറ്റിൽ ഒരു ഓഫർ വന്നു. അതെനിക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് എനിക്കത് കിട്ടാതെ പോയത്. ഞാൻ ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയ ടൈമായിരുന്നു. എനിക്ക് എത്രയാണോ സാലറി അതിൻ്റെ ഹാഫ് സാലറിയിലാണ് അന്ന് എനിക്ക് ആ ഓഫർ വന്നത്. അത് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കംപ്ലീറ്റ് വിസ, എൻ്റെ PR, ഞാൻ PNP വഴിയാണ് വന്നത്. എൻ്റെ കംപ്ലീറ്റ് PNP, ഒണ്ടാരിയോ PNP വിസയ്ക്ക് റിസ്ക് എടുത്തിട്ട് വേണം ഞാൻ ഹാലിഫാക്സിലോട്ട് മൂവ് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഒണ്ടാരിയോ PNPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കൺഫർമേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇൻറ്റൻഷൻസ് ടു സ്റ്റേ ഇൻ ഒണ്ടാരിയോ. ആ ഒരു ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഒണ്ടാരിയോയിൽ തന്നെ ആയിരിക്കും നമ്മളിവിടെ ജീവിക്കാൻ പറ്റും. ആ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് ഞാൻ വന്ന ഉടനെ തന്നെ ഹാലിഫാക്സിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം എൻ്റെ വിസയ്ക്ക് ഒത്തിരി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇവൻ ദോ നമ്മൾ കനേഡിയൻ റൂൾസ് പ്രകാരം നമുക്ക് കാനഡയിൽ എവിടെ വരെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. ബട്ട് എന്നാലും ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. മാത്രമല്ല എനിക്ക് ആ ഓഫർ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ്, തയ്യാറായതുകൊണ്ടല്ല, എനിക്കത് കിട്ടിയില്ല. ഞാൻ ആ ഒരു ജോബ് ഓഫർ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ബിക്കോസ് അത് കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ചിലവ് കമ്പനി തന്നെ നോക്കിയാണ്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഒരു ക്രേസ് ആണ്. ബിക്കോസ് ഞാൻ ഒത്തിരി ആശിച്ച് നേടിയൊരു ജോബാണിത്. സോ ഇത് നഷ്ടപ്പെടാനായിട്ട് എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജോബ് ഓഫർ പോയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ മനസ്സോടെ ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ ഇടാം, ഞാൻ മനസ്സിലായി ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ പേപ്പർ ഇട്ടതിന് ശേഷം ഞാൻ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്കും എൻ്റെ 1 വർഷം എക്സ്പീരിയൻസ് ആയി. ഞാൻ കംപ്ലീറ്റ് സർട്ടിഫിക്കേഷൻസ് എടുത്തു. മാത്രമല്ല ഞാൻ യൂഡമി പോലത്തെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, യൂഡമി പോലത്തെ ഓൺലൈൻ സൈറ്റ്സിൽ എനിക്ക് ആവശ്യമുള്ള കോഴ്സസൊക്കെ ഞാൻ എൻറോൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. കാര്യം എൻ്റെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ ഇത്രയും ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു നാട്ടിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ, കാര്യം എൻ്റെ മെഡിക്കൽ എക്സ്പയർ ചെയ്യുന്നവരെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് മെഡിക്കൽ എക്സ്പയർ ചെയ്യാനൊരു 2 months കൂടെ ഉള്ള സമയത്ത് ഇനി അവസാനം വരെ കാത്തിരിക്കട്ടെ. ബിക്കോസ് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഇപ്പം കോവിഡ് വന്നിട്ട് ഇന്നല്ല നാളെ ഇത് മാറുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം പോയി. സോ ആ സമയത്ത് ഞാൻ വീണ്ടും ഡിലേ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ട് 2 months മുന്നേ തന്നെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ബാക്കി എൻ്റെ ഭാഗത്തുനിന്ന് നടത്തേണ്ട കംപ്ലീറ്റ് സ്റ്റഡീസ് ഞാൻ ചെയ്തു. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5 ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പേപ്പറൊക്കെ ഇടുന്നതിന് ഏകദേശം 1 മാസം മുന്നേ തൊട്ട് ചെയ്തതാണ്.
ഞാൻ PR കിട്ടിയതിന് ശേഷം ഞാൻ ലിങ്ക്ഡിനിൽ, അത് എൻ്റെ ഒരു ഡിസിഷനല്ല, ഞാൻ ആ ലിങ്ക്ഡിൻ പോസ്റ്റിൽ വായിച്ച ഒരു ഡിസിഷനാണ്. ഞാൻ ലിങ്ക്ഡിനിൽ ഒത്തിരി എൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സിനൊക്കെ ഇൻവൈറ്റ് അയച്ചു. ഇൻവൈറ്റ് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെൻഡ് ആൻഡ് ഇൻവൈറ്റ് അല്ല ഞാൻ കൊടുത്തത്. ഞാൻ പേഴ്സണലായിട്ടുള്ള ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഏകദേശം 500 പേർക്കെങ്കിലും ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. 500 അല്ലെങ്കിൽ 750 ആൾക്കാർക്കെങ്കിലും ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അയച്ച ഓരോരുത്തർക്കും അവരുടെ പേര് അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ കാനഡയിലോട്ട് ഇന്ന ഡേറ്റിൽ വരുന്നുണ്ട്, അതായത് ഞാൻ ജൂണിലാണ് ലാൻഡ് ചെയ്തത്, അപ്പോൾ ഞാൻ ജൂൺ മിഡ് ആകുമ്പോഴത്തേക്കും ഞാൻ കാനഡയിലോട്ട് വരുന്നുണ്ട്, ആ സമയത്ത് എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കണം, അതുവരെ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഇൻ കണക്ട് വിത്ത് യു എന്നുള്ള രീതിയിലാണ് ഞാനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ പേര് തന്നെ അഡ്രസ്സ് ചെയ്ത്, ഞാൻ അല്ലെങ്കിൽ ഞാനൊരു സ്പാം അയക്കുന്ന പോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ പേര് അഡ്രസ്സ് ചെയ്ത് എൻ്റെ ഫോൺ നമ്പറും എൻ്റെ റെസ്യൂമും അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ അയച്ചു. അതിൽ 750 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 to 500 പേരെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് എൻ്റെ മാർക്കറ്റ് ഹോട്ട് ആയതുകൊണ്ട്, എൻ്റെ ഒരു ജോബ് പ്രൊഫൈലിൻ്റെ മാർക്കറ്റ് ഹോട്ട് ആയതുകൊണ്ടായിരിക്കാം അത്രയും പേര് എൻ്റെ പ്രൊഫൈൽ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്തതിൽ ഒരു 20-30 പേരെങ്കിലും എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. അതായത് ഇന്ന് നിങ്ങൾ കാനഡയിലോട്ട് വരുന്നോ ആ സമയത്ത് എന്നെ വിളിക്കൂ, നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കതൊരു പോസിറ്റീവ് നോട്ടായിരുന്നു. ബിക്കോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്ത കാര്യങ്ങളാണ്, ഈ ഒരു പ്രൊഫൈൽ ഹോട്ടാണെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെങ്കിലും അത് ഞാൻ ആ ഒരു നടത്തിയ സ്റ്റഡീസ് ശരിയാണെന്ന് വെക്കുന്ന ഒരു ആൻസർ ആയിരുന്നു, റെസ്പോൺസ് ആയിരുന്നു എനിക്ക് റിക്രൂട്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയത്. അടുത്തതാണ് സ്റ്റെപ്പ് നമ്പർ 6. സ്റ്റെപ്പ് നമ്പർ 6 ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേപ്പർ ഇട്ട് ഞാൻ കാനഡയിലോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വരുന്നതിന് 2 വീക്സ് മുന്നേ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറിയിട്ട്, കാര്യം ആ സമയത്തിനുള്ളിൽ ഞാൻ 400 to 500 ആൾക്കാരെ എൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സിനെ എൻ്റെ ലിങ്ക്ഡിനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു 2 വീക്സ് മുന്നേ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഞാൻ കാനഡയിലെത്തി എന്നുള്ള രീതിയിൽ എൻ്റെ കനേഡിയൻ അഡ്രസ്സ് വെച്ചിട്ട് ഞാനൊരു റാൻഡംലി ഒരു പോസ്റ്റൽ കോഡ് എടുത്തിട്ട് ഞാൻ ടൊറൻഡോ ലക്ഷ്യമാക്കി ആ ടൊറൻഡോ അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്തു. അവിടെ ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ നമ്പറാണ്. സോ ഞാൻ ഇന്ത്യൻ നമ്പർ എൻ്റെ റെസ്യൂമിൽ ആഡ് ചെയ്യുമോ എൻ്റെ ലിങ്ക്ഡിനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോഴും കാനഡയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കാനഡയിൽ വന്നിട്ട് എനിക്ക് ഇന്ത്യൻ നമ്പേഴ്സ് അല്ല കനേഡിയൻ നമ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല എന്ന്. സോ അതിനൊരു ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്ക്യൂബർ എന്ന് പറഞ്ഞിട്ട് കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, അതിൽ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തൊരു സൊല്യൂഷനാണത്. ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല, പക്ഷേ ഞാനത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ലിങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്കിൽ കൊടുക്കാം. സോ കുറേ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, എത്രത്തോളം സെക്യൂർ ആണെന്ന് എനിക്കറിയില്ല. ആ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് കനേഡിയൻ ഒരു നമ്പർ ഫ്രീ ആയിട്ട് ഇൻകമിങ് കോളിന് കിട്ടും. നിങ്ങൾക്ക് ഇൻകമിങ് കോൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പേഴ്സണൽ യൂസിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല അത് യൂസ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഇതുപോലുള്ള ഒരു ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ റിക്രൂട്ടേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും തോന്നിയില്ല. കാര്യം എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഞാൻ അത് ഷെയർ ചെയ്യുന്നില്ല. സോ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, എനിക്ക് നമ്പർ കിട്ടി, എപ്പോൾ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണോ എനിക്ക് ആ കോൾസ് കിട്ടും. അങ്ങനെ 2 വീക്സ് മുന്നേ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ആ ഒരു നമ്പർ അപ്ഡേറ്റ് ചെയ്തു. ആ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് വിത്തിൻ 1 or 2 ഡേയ്സ് എനിക്ക് റിക്രൂട്ടേഴ്സ് എന്നെ കോൾ ചെയ്യാൻ തുടങ്ങി. റിക്രൂട്ടേഴ്സ് കോൾ ചെയ്യുമ്പോഴത്തേക്കും അവരൊക്കെ എന്നോട് പറഞ്ഞു, ഓക്കെ, കുറച്ച് പേരൊക്കെ എന്നോട് ഓൺലൈനായിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജെനുവിനായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കാനഡയിൽ എത്തിയില്ല, ഞാൻ ടിക്കറ്റ് എടുത്തു വിത്തിൻ 1 or 2 വീക്സ്, അല്ലെങ്കിൽ ഞാൻ 2 വീക്സ് മുന്നാണ് എനിക്ക് കോൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ 2 വീക്സിനുള്ളിൽ ഞാൻ ലാൻഡ് ചെയ്യും, എൻ്റെ ലാൻഡിങ് ഡേറ്റ് ഞാൻ പറഞ്ഞു. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഇതൊരു 1 or 2 months മുന്നേ നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യല്ല. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിലുള്ള മിക്ക പോസ്റ്റിങ്ങും വിത്തിൻ 1 monthനുള്ളിൽ ആ ജോബ് പ്രൊഫൈൽ അവർ ക്ലോസ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 2 months മുന്നൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കോൾസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മിക്ക ജോബും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ റെയറായിട്ടുള്ള, നിങ്ങൾ അത്രയ്ക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കമ്പനി ഒരു 2 months ഒക്കെ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡൊക്കെ തരത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് പറയും വിത്തിൻ 1 monthനുള്ളിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ഓപ്പണിംഗ് ആയിരിക്കും. സോ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും 2 വീക്സ് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത് മതിയാവും. സോ അത് ചെയ്തുകൊണ്ട് അവരെന്നോട് കുറച്ച് പേര് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ എന്നാണോ ലാൻഡ് ചെയ്യുന്നത് അന്ന് എനിക്കൊരു മെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്, ഈ നമ്പറിലോട്ട് കോൾ ചെയ്യുക,
നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാം ആ സമയത്തുള്ള ഓപ്പണിംഗ് വെച്ച്. ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോംസൺ റൂട്ടേഴ്സ് പോലുള്ള കമ്പനിയൊക്കെ ഓൺലൈനായിട്ട് എനിക്ക് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസം തൊട്ട് ഞാൻ ആ ഒരു ലാൻഡ് ചെയ്ത് എനിക്കറിയാം നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടൈം സോൺ ഡിഫറൻസ് കാരണം ഒരു ഇഷ്യൂസൊക്കെ വരും. സോ ഞാൻ ആ ലാൻഡ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂസും ഷെഡ്യൂൾ ചെയ്തില്ല. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു 1 വീക്കിലേക്കുള്ള ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല ഷെഡ്യൂൾ ചെയ്യാത്ത കേസസിൽ ഞാൻ റിക്രൂട്ടേഴ്സുമായിട്ട് ഓൾറെഡി എഗ്രിമെൻറ്റ് വെച്ചു. ഞാൻ വന്ന് നിങ്ങളെ പേഴ്സണലി മീറ്റ് ചെയ്യാം, എൻ്റെ റെസ്യൂംസൊക്കെ ഷെയർ ചെയ്ത് വി ക്യാൻ ഡിസ്കസ് ഓൺ ദാറ്റ്. സോ അതാണ് ഞാൻ ചെയ്ത എൻ്റെ അടുത്ത സ്റ്റെപ്പ്. സോ ഞാൻ കാനഡയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും, അതായത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, എൻ്റെ സിൻ നമ്പർ എടുക്കുക, ഇതൊക്കെ ഞാൻ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ റിസർച്ച് ചെയ്തിരുന്നു നമുക്കിതൊക്കെ എയർപോർട്ടിൽ തന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ CIBCയുടെ അക്കൗണ്ട് ബാങ്കിൽ നിന്ന് തന്നെ തുടങ്ങി. എൻ്റെ സിൻ നമ്പറും അവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊരു ദിവസം റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇൻ്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇൻ്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ സത്യം പറയാമല്ലോ, ഞാൻ 1 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ക്ലൗഡിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നി. ആദ്യത്തെ ഒരു 5 to 10 ഇൻ്റർവ്യൂസ് ഫേസ് ടു ഫേസ് ആണ്. ഇവിടുത്തെ ഇൻ്റർവ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്തിരുന്നെങ്കിലും പേഴ്സണലി എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. സോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ജെനുവിനായി സംസാരിച്ചു. അതെനിക്ക് ഒത്തിരി എന്താ പറയുക, എനിക്ക് ആ ഒരു ടെക്നിക്ക് അറിയില്ലായിരുന്നു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരു 7 to 10 ഇൻ്റർവ്യൂസ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് ലാസ്റ്റ് റൗണ്ടിൽ എനിക്ക് നഷ്ടപ്പെട്ടു. അത് എന്നെ ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആക്കി. ഏകദേശം 15 to 16 ഡേയ്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നുണ്ട്. ഡെയിലി ഒരു 4-5 ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 2-3 ലാസ്റ്റ് റൗണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ എനിക്ക് ജോബ്സ് അവർ ഡിക്ലൈൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയി ആ സമയത്ത്. എന്തുകൊണ്ട്? കാര്യം എനിക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ജോബ്സ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരു സെറ്റിൽമെൻറ്റ് ഏജൻസി, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അവർക്ക് മെയിൽ അയച്ചു, എനിക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ജോബ്സ് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് ഓഫേഴ്സ് ഒന്നും കയ്യിൽ കിട്ടുന്നില്ല, എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ അവരെനിക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അവർ ടെക്നിക്കൽ രീതിയിൽ തന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫൈൽ പറഞ്ഞു. അവർ ആ ഒരു രീതിയിലൊക്കെ എന്നോട് ചോദിച്ചു. ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല ആളുടെ പേര്. അവരെനിക്ക് തന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ജെന്യൂനായിട്ട് നോ ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് എന്നുള്ള ഉത്തരവായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് പകരം അവരെനിക്ക് തന്ന സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും കാനഡയിൽ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നോ പറഞ്ഞ് അവിടെ നിർത്തരുത്. നമ്മൾ അതിനെ ഒരു പ്ലസ്സായിട്ട് കാണിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു ആൻസർ കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂള്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ടൂളിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, കറൻ്റ്ലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഞാൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, വിത്തിൻ 1 month ഐ വിൽ ബി ഗുഡ് ടു ഗോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ കൊടുക്കണ്ടേ. അല്ലാതെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എനിക്ക് അറിയില്ല എന്നൊരു ഉത്തരവല്ല അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യും എന്ന് അവരെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് കാനഡയിലെ ഇൻ്റർവ്യൂ, ബിഹേവിയറൽ ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറയുന്നത്. അവർ നമ്മളെ അളക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ്. അത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത്. സോ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 4-5 ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്തുള്ളൂ. ആ 5 ഇൻ്റർവ്യൂവിൽ 3 ഇൻ്റർവ്യൂവും എനിക്ക് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി. സോ എൻ്റെ ആ ഒരു സമയത്ത് വന്ന, ഞാൻ ആദ്യം കുറച്ച് ഡിപ്രസ്ഡ് ആയെങ്കിലും ആ ഒരു സമയത്ത് വന്ന, ഞാൻ വായിച്ചിട്ടുണ്ട്, അതായത് നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് നമുക്ക് ജോബ് കിട്ടി തുടങ്ങുമ്പോൾ ഒത്തിരി ഓഫേഴ്സ് വരുന്നൊരു പ്രശ്നമായിരിക്കും നമ്മൾ പിന്നെ ഫേസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ, നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡിസിഷനാണത്. അങ്ങനെ എനിക്ക് 3 ഓഫേഴ്സ് അറ്റ് എ ടൈം കിട്ടി. ആ 3 ഓഫേഴ്സിൽ എനിക്ക് വന്നത് ഒന്ന് സെമി ഗവൺമെൻറ് ആണ്. അപ്പോൾ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത്, എടാ കാനഡയിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ സേഫാണ്, പക്ഷേ നിനക്ക് വർക്ക് ഫ്രം ഹോം കിട്ടാനൊക്കെ പാടായിരിക്കും, സോ നീ ആ ജോബ് എടുക്കുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറൊരു കമ്പനിയിൽ, സത്യം പറഞ്ഞാൽ അതൊരു കോൺട്രാക്ട് പോസ്റ്റിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ ആ ഒരു CEO ആണെന്ന് തോന്നുന്നു ആ കമ്പനിയിൽ, ഒരു ബിഗ് കമ്പനിയൊന്നും അല്ല, ഒരു സ്മോൾ കമ്പനിയാണ് അവർ. പക്ഷേ ആ ഒരു CEO ആണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. പുള്ളിക്കാരൻ എൻ്റെ ഒരു സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അതൊരു കോൺട്രാക്ട് ജോബ് ആയത്, നല്ലൊരു പാക്കേജ് വെച്ചിട്ട് പുള്ളി അത് പെർമനൻറ്റ് ജോബായിട്ട് എനിക്ക് ഓഫർ ചെയ്തു. പിന്നെ 3rd ഓഫറാണ്
ഞാൻ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതല്ല, ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്. ലൈഫിൽ ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ 2 മാസം മുന്നേ കോണ്ടാക്ട് ചെയ്ത റിക്രൂട്ടേഴ്സിൽ ഒരു റിക്രൂട്ടർ എന്നെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരൻ മലയാളിയായിരുന്നു. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, ഒരു എക്സ് ഇവൈ എംപ്ലോയി ആണ്, നീ പുള്ളിക്കാരനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ ഷെയർ ചെയ്തു. ആ നമ്പർ ഷെയർ ചെയ്ത് വിത്തിൻ 5 to 10 minutes ആ ഒരു നമ്പർ ഷെയർ ചെയ്ത് അജയ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കാണുന്നത്. ഒരു നമ്പർ തന്നു, വിത്തിൻ 5 minutes എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട്, ജഗദീഷ് ഞാൻ ഈ സമയത്ത് ഫ്രീ ആണ്, നിനക്ക് പറ്റുവാണെങ്കിൽ യു ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ആ പറഞ്ഞ സമയത്ത് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്, എനിക്ക് കാനഡയിൽ അറിയുന്ന ആരുമില്ല. സോ എനിക്ക് ഞാനൊരു ഫേസ്ബുക്കിലൊരു പരിചയപ്പെട്ട് എനിക്കൊരു റൂമൊക്കെ സെറ്റായിരുന്നു. പക്ഷേ എനിക്ക് അതിന് ഞാൻ ജൂൺ 20 ഒക്കെ ആകുമ്പോഴാണ് വരുന്നത്. സോ ആ 10 days താമസിക്കാനായിട്ട് ഞാൻ റൂം ബുക്ക് ചെയ്തില്ല. Airbnb എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഗിവ് മീ 5 minutes എന്ന് പറഞ്ഞിട്ട് കോള് കട്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവയിൽ തന്നെ അപ്പോൾ വർക്ക് ചെയ്യുന്ന ഇവൈ ടൊറൻഡോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്, പുള്ളിക്കാരൻ നാട്ടിൽ ഇതിനു മുന്നേ ഇവയിൽ തന്നെ ആയിരുന്നു. ആ പുള്ളിക്കാരനെ വിളിച്ച്, ബാച്ചിലറായിരുന്നു പുള്ളിക്കാരൻ്റെ റൂമിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഈ 10 days. ആ പുള്ളിക്കാരൻ്റെ പേര് സത്യ എന്നാണ്. പുള്ളിക്കാരനോട് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പം പിയാതായിട്ട് വന്നേ ഉള്ളൂ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ 10 ദിവസം കുഴപ്പമില്ല സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, എടാ നീ ഒരു രീതിയിൽ ടെൻഷൻ അടിക്കണ്ട, നീ സത്യയുടെ കൂടെ സ്റ്റേ ചെയ്തോ 10 days, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സത്യമായിട്ട് ഡിസൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കോള് വെച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവർ വന്നിട്ട് എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തു. ഞാൻ സത്യയുടെ കൂടാണ് ആദ്യത്തെ ഒരു 10 ദിവസം താമസിച്ചത്. ഞാൻ റെൻറ്റ് പോലും കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഹെൽപ്പായിരുന്നു എനിക്ക് സത്യം ചെയ്തത്. പുള്ളിക്കാരൻ്റെ റൂമിലാണ് ഞാൻ താമസിച്ചത്. എനിക്ക് ഫുഡ് വരെ പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച് തന്നിട്ടുണ്ട് ആ ഒരു 10 ദിവസത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊക്കെ മാറി. ഈ റിക്രൂട്ടർ എനിക്ക് കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ തന്നു, എനിക്ക് അതൊന്നും സെറ്റായില്ല. അങ്ങനെ ഈ 2 ഓഫേഴ്സ് വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് റാൻഡംലി ഈ റിക്രൂട്ടറിനെ ഒന്നും കൂടെ പിങ് ചെയ്തിട്ട്, ഇതുപോലെ ജോബ് ഓഫേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുവാണല്ലോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പിങ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 2 ജോബ് ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പുള്ളി പറഞ്ഞു, എടാ നീ ഇവയിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട്, മുഹമ്മദ് പാഷ എന്ന് പറഞ്ഞിട്ട് ഹെക്സാവെയറിലെ ഒരു മാനേജറാണ്. പുള്ളിക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തി. പുള്ളിക്കാരനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തു. എന്നോട് പറഞ്ഞു, നീ ഇവയിലാണല്ലേ വർക്ക് ചെയ്യുന്നത്, ഐ വിൽ സെറ്റ് ആൻ ഇൻ്റർവ്യൂ ഫോർ യു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നീ സത്യസന്ധമായിട്ട് പറ, നിനക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിച്ചു ക്ലൗഡിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് 1 years ഓഫ് ക്ലൗഡിൽ അല്ലെങ്കിൽ എനിക്ക് ഡെവോപ്സിൽ 1 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി എന്നോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഞാൻ ഇവയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ തപ്പി നടക്കുമായിരുന്നു, ബിക്കോസ് ദർ ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ഇവൈ. സോ എനിക്ക് ഇവയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വേണം. സോ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആപ്റ്റായിട്ട് തോന്നി. പക്ഷെ നിനക്ക് ഇപ്പോൾ ഉള്ള സ്കിൽ സെറ്റ് വെച്ചിട്ട് ആ ഒരു റോളിൽ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നിനക്ക് എത്ര മാസം ഞാൻ സമയം തന്നു കഴിഞ്ഞാൽ, എത്ര ടൈം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഈ പറയുന്ന പുള്ളി കുറച്ച് സ്കിൽ സെറ്റ് പറഞ്ഞു, പവർഷെൽ പോലത്തെ കുറച്ച് സ്ക്രിപ്റ്റിങ് സ്കിൽ സെറ്റ് എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് എപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ബ്ലൈൻഡായിട്ട് പറഞ്ഞു, വിത്തിൻ 1.5 months ഞാനിത് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ കോൺഫിഡൻസ് കൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, നിന്നെ ഇനി റിക്രൂട്ടർ വിളിച്ചോളൂ. അങ്ങനെ എന്നെ ആ റിക്രൂട്ടർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഈ സെറ്റ് ഓഫ് ഈ ഒരു ജോബ് ഓക്കെ ആയി, നീ ഇനി മറ്റേ 2 ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണ്ട, ഇവയിലാണ് ഓപ്പണിങ്, നിനക്ക് ഇവയിൽ ജോയിൻ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ റാൻഡംലി പിങ് ചെയ്തതാണ്. പെട്ടെന്ന് വിത്തിൻ 1.5 days എനിക്ക് ആ ജോബ് ഓക്കെ ആയി. സോ ഞാൻ ആകെ സർപ്രൈസ് ആയിരുന്നു. പക്ഷേ ആ സാലറി അത്ര കിടിലോ അല്ല ബാക്കി 2 ജോബിനെ വെച്ചിട്ട്. സോ ഞാനത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എൻ്റെ ഡ്രീം ജോബായിരുന്നു ഇവൈ പോലത്തെ ഒരു കമ്പനിയിൽ തിരിച്ച് കയറുക എന്നുള്ളത്. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും. മറ്റേത് എൻ്റെ കയ്യിൽ 2 ഇരിക്കുന്ന ഫുൾ ടൈം ജോബ് പൊസിഷനാണ്. അപ്പോഴാണ് എനിക്ക് ഇവയിൽ കോൺട്രാക്റ്റ് ജോബ്. അതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കമ്പനിയിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു പൊസിഷൻ, കോൺട്രാക്ട് പൊസിഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഇവൈ ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ ദ നെക്സ്റ്റ് 2 years. സോ ആ ഒരു രീതി വെച്ചിട്ടായിരുന്നു എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ അപ്ലൈ ചെയ്യണമെന്ന്. ബിക്കോസ് ഞാൻ ഏത് കമ്പനി കയറിയാലും ഞാൻ ലാസ്റ്റ് ഡിസൈഡ് ചെയ്യുക എനിക്ക് ഇവയിൽ മൂവ് ചെയ്യണമെന്നായിരുന്നു. സോ ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് അവസാനം ഞാൻ റിസ്ക് എടുക്കാൻ തന്നെ ഞാൻ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു.
ജോബ് ഓഫർ സാലറി ഒന്നും ഞാൻ നോക്കിയില്ല, എനിക്ക് ഇവയിൽ കയറണമെന്നായിരുന്നു. അങ്ങനെ എൻ്റെ ഡ്രീം ജോബ് വിത്തിൻ 1 മന്ത് ഞാൻ ജൂൺ 28-നാണ് വരുന്നത്. എനിക്ക് ഓഗസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജോബായി. ബട്ട് ഞാൻ ജോയിൻ ചെയ്തത് ഓഗസ്റ്റ് 9-നെങ്ങാണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ജോബ് വിത്തിൻ 1 മന്ത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. എൻ്റെ ഏറ്റവും വലിയ സസ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു എടുത്ത ഡിസിഷനാണ് ഇന്നെൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഫുൾ ടൈമറായിട്ട് ഇവയിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് കോൺട്രാക്റ്റ് കാരണം എനിക്ക് ഇവയിലോട്ട് ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റി വന്നാൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ ആ ഒരു റിസ്ക് എടുത്തത് കൊണ്ട് മാത്രമാണ് നാളെ ഒരു ഓപ്പണിംഗ് വന്നപ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള ബിഗ് കമ്പനീസ് അവർക്ക് നെഗോഷിയേറ്റിംഗ് പവറുണ്ട് എക്സാവെൽ പോലൊരു കമ്പനിയിൽ. സോ അങ്ങനെ എൻ്റെ കമ്പനി നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്നെ ഫുൾ ടൈമറായിട്ട് ഈ കമ്പനിയിലോട്ട് തന്നെ എടുത്തു. സോ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എവറിത്തിങ് ഈസ് സ്ക്രിപ്റ്റഡ്. നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രയത്നവും കൂടി ഇട്ടാൽ മതി. ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചൊരു പൊസിഷനിൽ എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആ റിസ്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പം എൻ്റെ ഒരു കംപ്ലീറ്റ് കരിയർ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% ഷുവറാണ് ഈ അറ്റ്ലീസ്റ്റ് IT-യിലുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നാളെ ഒരു ജോബ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് ട്രൈ ചെയ്യുക. നാളെ ഇനി വരുന്നവരും നിങ്ങൾ വരുന്നതിന് 1-2 മാസം മുന്നേ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ എന്ന് PR-ന് അപ്ലൈ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്നിങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങൾ ഈ പറയുന്ന റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി കാനഡയിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് അറിയിക്കാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.